കണ്ണൂരിൽ നിർമ്മാണ ജോലിക്കിടെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് വീണ തൊഴിലാളിയെ രക്ഷിച്ച് കൂടെ ജോലി ചെയ്യുകയായിരുന്ന യുവാവ്. വളയം സ്വദേശി ചന്ദ്രികയാണ് കൂടെ ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിഷ് രക്ഷിച്ചത്. ഓട് മാറ്റുന്നതിനിടെ ബാലൻസ് തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ആയുസിന്റെ ബലം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതാണല്ലോ. ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റെന്തെങ്കിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ? ശ്യാമിലി, ഏതായാലും ഇതിലേറ്റവും ആശ്വാസകരമായ കാര്യം വലിയ പരിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ചന്ദ്രി മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ രഞ്ജിഷ് രണ്ട് കൈകളിലേക്കും അവരെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വീഴുന്നത് താഴെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിലേക്കാണ്. ചെറിയ രീതിയിൽ തല ഇടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ പരിക്കൊന്നും ഇവർക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. ശ്യാമിലി പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ കരമെന്ന് വിളിക്കാം, അല്ലാത്തവർക്ക് വെറുതെ രക്ഷാകരമെന്ന് വിളിച്ചു പോകാം. ഏതായാലും വലിയ പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അവർ താഴേക്ക് വീഴുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായി വന്ന് വീഴുന്ന ആ സമയമാണ് ശരിക്കും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാവുക. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തൂവക്കുന്നിലെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടാം നിലയിലെ ഓട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചന്ദ്രി ബാലൻസ് തെറ്റി നേരെ താഴേക്ക് വീഴുന്നത്. ഇതേ സമയം രഞ്ജീഷ് താഴെ നിന്ന് ഓട് കപ്പിയും കയറും ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് തോന്നിയ ആ ഒരു ഇടപെടാനുള്ള ശേഷി, അല്ലെങ്കിൽ ആ ഒരു ഇടപെടാനുള്ള തോന്നൽ തന്നെയാണ് ഏതായാലും വലിയൊരു അപകടം ഒഴിവാക്കിയതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ശരി നിഖിൽ.